ഹലോ, ഞാനെന്ന് ഹെയർ കട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മുടി എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ലൈക്ക് പുറത്തെങ്ങും പോയി കട്ട് ചെയ്തിട്ടില്ല. കുഞ്ഞിലെ എൻ്റെ മമ്മി കട്ട് ചെയ്ത് തരുമായിരുന്നു. പിന്നെ കുറേ ഞാൻ വളർന്നേ പിന്നെ എല്ലാ സ്റ്റൈൽ ഓഫ് ഹെയർ കട്ട്സും ഞാൻ തന്നെയാണ് ചെയ്ത് പഠിച്ചത്. അപ്പം എനിക്ക് ഇത്രയും ലെങ്ത് ഉണ്ട് ഹെയർ. ഞാൻ തന്നെയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുകയും ട്രിം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ് ഇങ്ങനത്തെയാണ്. അപ്പം അതാകുമ്പോൾ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കോമ്പ് എടുക്കുക. എന്നിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനെ ലെയർ കട്ട് ഇഷ്ടമാണ്, ബട്ട് താഴെ കോലുപോലെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. സോ യൂഷ്വലി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുകളിലോട്ട് ലെയേഴ്സ് ആക്കിയിട്ട് താഴോട്ട് ഞാൻ സ്ട്രെയിറ്റ് ആക്കും. അപ്പോൾ കുറച്ച് വോള്യൂം തോന്നും. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ബാങ്ക്സ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വോള്യൂം ഉള്ള ഹെയർ ആയിട്ട് തോന്നിക്കും. അപ്പം അതിനെ നമ്മൾ ആദ്യമേ ഇങ്ങനെ വി പോലെ പാർട്ടീഷൻ എടുക്കണം. അത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ലെങ്ത്തായിട്ട് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ ആദ്യമേ ഇങ്ങനെ വി പോലൊരു പാർട്ടീഷൻ എടുക്കണം. അവിടെ നടുക്കുമെന്ന് വി പോലെ എടുത്ത് നല്ലപോലെ അത് കോംബ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണോ ആ ലെങ്ത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഒത്തിരി ലെങ്ത് ഇത് കുറയ്ക്കാറില്ല, കാരണം എനിക്ക് മുഖത്തോട്ട് എപ്പോഴും വന്ന് വീഴുന്നത് ഇഷ്ടമല്ല. സോ ഞാൻ കുറച്ച് നീളത്തിലെടുക്കുള്ളൂ, ബട്ട് വോള്യൂം ഉള്ളതായിട്ട് തോന്നിക്കും. അപ്പോൾ ഞാൻ കുറച്ച് താഴോട്ട് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് ഞാൻ ബാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിക്ക് നല്ല ഉള്ളുള്ളതായിട്ട് തോന്നിക്കും. ഇതിങ്ങനെ കിടക്കുമ്പോഴേ നല്ല ഉള്ളുള്ളതായിട്ട് തോന്നിക്കും. ഞാൻ ദാ ഇത്രയേ കട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ ഉള്ളൊന്നും മുടിക്കില്ല കേട്ടോ, വലിയ ഉള്ളൊന്നുമില്ല, ബട്ട് ആവശ്യത്തിനുള്ള ഉള്ളുണ്ട്. ബട്ട് ഞാൻ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഫ്ലോണ്ടായി കിടക്കുമ്പോൾ നമുക്ക് മുടി ഉള്ളുള്ളതുപോലെ തോന്നിക്കും. സോ അതിനാണ് നമ്മൾ ഫ്രണ്ട് ബാങ്ക്സ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. ഞാൻ അപ്പുറത്തപ്പുറത്ത് ഇടയ്ക്ക് നോക്കുന്നത് കുഞ്ഞ് ബെഡി കിടപ്പുണ്ട്. അപ്പം കുഞ്ഞുണരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാങ്ക്സിൻ്റെ കൂടെ ബാക്കിയുള്ള മുടി ഇങ്ങനെ യോജിച്ച് കിടക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ താഴോട്ടിങ്ങനെ ഞാൻ എടുക്കുന്ന പാർട്ടീഷൻ ഇങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന രീതിയാണ് ഞാൻ എടുക്കുന്ന പാർട്ടീഷൻ. നടുക്കോട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതിനനുസരിച്ച് രണ്ട് സൈഡും ഇതുപോലെ ഞാൻ ഈ എടുക്കുന്ന പോലെ തന്നെ എടുത്ത് കട്ട് ചെയ്യുക. ഒത്തിരി മുടി എടുക്കേണ്ട, എനിക്ക് പൊതുവേ ഒത്തിരി മുടി വെട്ടിക്കളയുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വളരെ മിനിമൽ ഹെയർ കട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് മറ്റേതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴോട്ട് കുറച്ചായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ കുറച്ച് മുടിയേ പോവുള്ളൂ, ബട്ട് നമുക്ക് ആ ഒരു ലെയർ മെയിൻറ്റെയിൻ ആയി കിടക്കും. കണ്ടോ, അത്രയും ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ലെയർ മെയിൻറ്റെയിൻ ഇനി നമ്മളൊരു വാഷൊക്കെ കഴിയുമ്പോഴത്തേക്കിന് സെറ്റായിക്കോളും, അതിൻ്റെ കൂടെ സെറ്റായി കിടന്നോളൂ. എനിക്ക് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് ഇങ്ങനെ ലെയർ ഇതാക്കുമ്പോൾ കോല് പോലെ കിടക്കും, എനിക്കത് വലിയ താല്പര്യമില്ല. സോ യൂഷ്വലി ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള മുടി ഞാൻ മൊത്തത്തിൽ ചേർത്ത് പിടിച്ച് അടിയിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കത്തേ ഉള്ളൂ. കാരണം എനിക്ക് താഴെ കോല് പോലെ കിടക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ലെയർ കട്ട് താഴെ വരെ കിടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ലെയർ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പിടിച്ച് കുറച്ച് കട്ട് ചെയ്ത് പോയാൽ മതി. ഞാൻ മറ്റേ സൈഡ് അധികം ലെയർ ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്കത് പെട്ടെന്ന് ചുരുണ്ടു പോകും. സോ ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ബാങ്ക്സ് കട്ട് ചെയ്യാറില്ല. പിന്നെ വൺ മോർ തിങ് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ലെയർ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ മുടിയും ഫ്രണ്ടിലോട്ട് ഇടുക. ഫുൾ മുടിയും ഫ്രണ്ടിലോട്ടിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് ഒരു ബോബിളോ റബ്ബർ ബാൻഡോ അവിടെ ഇടുക. ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് ലെങ്ത്ത് വരെ വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ബോബിൾ ഇട്ടിട്ട്
ഇത് താഴെ വരെ ലെയറായിട്ട് കിടക്കും. ഇങ്ങനെ പിടിച്ചിട്ട് എവിടെ വരെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ താഴെ വരെ ലെയറായിട്ട് കിടക്കും. ഇപ്പോൾ എൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പകുതി വരെ ലെയേഴ്സ് കാണും, കണ്ടോ? പക്ഷേ താഴെ എനിക്ക് ലെയർ കാണത്തില്ല. അത് ബിക്കോസ് എനിക്ക് താഴെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് താഴെ ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല എനിക്ക്. അതുകൊണ്ട് താഴെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾക്ക് ലെയർ കട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. മൊത്തത്തിൽ ഫ്രണ്ടിൽ പിടിച്ചിടുക, ഒരൊറ്റ കട്ട് ചെയ്താൽ മതി. ത്രൂ ഔട്ട് ലെയേഴ്സായിട്ട് കിടക്കും. ഇപ്പോൾ എൻ്റെ കണ്ടു കഴിഞ്ഞാൽ താഴോട്ട് കണ്ടോ, താഴോട്ട് ഇച്ചിരി ഇത് കാണും, വോള്യൂം കാണും, താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടും കിടക്കും. പക്ഷെ ലെയർ കട്ട് ചെയ്താൽ അങ്ങനെ കിടക്കത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ ത്രൂ ഔട്ട് ഒറ്റ കട്ട് ഫ്രണ്ടിൽ നിന്ന് ഞാൻ മുമ്പേ കാണിച്ച പോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കത്തില്ല. അപ്പം വോള്യൂം ലുക്കായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ സ്റ്റൈൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു വാഷ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്ത ഹെയർ കട്ട് അത് നല്ലപോലെ യോജിച്ച് കിടക്കും. അപ്പോൾ ഇതെല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതൊക്കെ നമുക്കെല്ലാം വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ, പുറത്ത് പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താഴെ ഒരേപോലെ കിടക്കുന്ന എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് താഴെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു കട്ടങ്ങ് ചെയ്യും. സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പം എനിക്ക് താഴെ കിടക്കുന്ന മുടി സ്ട്രെയിറ്റ് കട്ട് പോലെ കിടക്കും, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. കണ്ടോ? ഓൾറെഡി ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അറ്റത്തുള്ള കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടിയിൽ ഇത്രയും മുടി വരത്തില്ല, കുറച്ച് മുടിയേ വരുള്ളൂ. ബാക്കിയെല്ലാം ലെയേഴ്സിലോട്ട് പോകും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഊരിക്കളയുമ്പോഴത്തേക്കിന് മുടീനെ കറക്റ്റ് ഒരു ലെങ്ത്തിൽ കിടക്കും എനിക്ക്. ഇത് മേളിലോട്ട് ലെയേഴ്സ് ഉണ്ട് കേട്ടോ. അത് മറ്റേ ബാങ്ക്സ് അല്ലെങ്കിൽ ആ ഫ്രിഞ്ചസ് പിടിച്ചിടുമ്പം അത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് യൂഷ്വലി മറ്റേ ഫ്രീ ഹെയർ ഇടുമ്പം എനിക്ക് ഇങ്ങനെ ഒത്തിരി കോല് പോലെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ പോണിറ്റെയിൽ ഇടുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ലെയർ കട്ട് താല്പര്യമുള്ളവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യുക. പക്ഷേ എല്ലാ കട്ടും ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കട്ടൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. പല രീതിയിൽ ഹെയർ കട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മോക്കും ഞാനാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാര്യം. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഞാൻ തന്നെ കട്ട് ചെയ്തും വെട്ടി ഒക്കെ ഞാൻ പഠിക്കാറുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. കാരണം ഹെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രത്യേകിച്ച് ഗേൾസിൻ്റെ സൗന്ദര്യത്തിന്. എൻ്റെ കുഞ്ഞപ്പുറത്ത് കിടന്നുറങ്ങുന്നു, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. ഹെയറിൻ്റെ കാര്യത്തിൽ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഒന്നും പുറത്തുപോയി ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇത് ഞാൻ ഈ കട്ട് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ഫ്രണ്ടിൽ കുറച്ചുകൂടെ ചെറിയ ബാങ്ക്സ് വേണം. അപ്പോൾ നേരത്തെ എടുത്തത് തന്നെ കുറേ കൂടെ തിന്നായിട്ടൊരു ലെയർ എടുക്കുക, എടുത്തിട്ട് വളരെ തിന്നായിട്ടൊരു ലെയർ എടുക്കുക, എടുത്തിട്ട് ഞാൻ സ്ലോപ്പി ആയിട്ടൊരു കട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആ ലെങ്ത്തിൽ ഫ്രണ്ടിലോട്ട് മുടി കിടക്കും. പക്ഷേ ചെറുപ്പം നമുക്ക് നല്ല ഹെയർ ടൈ ഒക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇച്ചിരി വീണ് കിടക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിനാണ് ഞാനത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വീണ് കിടക്കും. ഓക്കെ, ബൈ.